നമസ്കാരം. അപ്പൊ ഇന്ന് പറയാനുള്ളത് വളരെ ലഘുവും എന്നാൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് പലവരും പറയാറില്ല, അല്ലെങ്കിൽ അറിയാറില്ല അത് തന്നെ കാര്യം. അതുകൊണ്ട് തന്നെയാണ് പറയാത്തത്. അവിടം വരെ ആൾക്കാർ എത്താറില്ല എന്നുള്ളതാണ്. വളരെ ചുരുക്കം പേര് മാത്രമേ അവിടം വരെ എത്തുന്നുള്ളൂ. എന്തെന്നാൽ വിഷയം ഇതാണ്, ആത്മീയത. അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. ആത്മീയതയെ ഒന്ന് വിശദീകരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. കാര്യം ഇപ്പൊ ആധുനിക ലോകമാണ്. ഇതിനകത്ത് പല ആൾക്കാരും പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മനുഷ്യർ പലവിധമാണ്. അപ്പോൾ ഓരോരുത്തർ ടച്ച് ചെയ്യുന്ന കോൺഷ്യസ്നെസ്സുകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്. അതിനനുസരിച്ചാണ് അവരുടെ വീക്ഷണങ്ങൾ, ലോകത്തെ കാണുന്ന, ജീവിതത്തെ കാണുന്ന ഒരു, ഞാൻ പലപ്പോഴും നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അളവ് പോലും ആ ഒരു വ്യൂ പോയിന്റ് വരുന്നത് അതിനകത്തു നിന്നാണ്. എന്നിരുന്നാലും അതിനനുസരിച്ച് അപ്പോൾ ആൾക്കാർ പല കാര്യങ്ങളും പറയുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ആത്മീയതയ്ക്കും പലരും പല അർത്ഥങ്ങൾ കാണുന്നുണ്ട്. അതനുസരിച്ച് ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്റെ യൂട്യൂബ് ഫീഡിലൊക്കെ വരുന്ന ഒരു അങ്ങനെ പല ആൾക്കാരും വരും. പല കണ്ടന്റുകൾ, പല സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റുകളൊക്കെ വരും. അവരെ കണ്ടന്റുകൾ ചെയ്യുന്നവരുണ്ട്, അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട്. പക്ഷെ ഇതൊക്കെ അവരവരുടെ അഭിപ്രായങ്ങളാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അവർ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ അഭിപ്രായം സത്യസന്ധമായിട്ട് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷെ അതല്ല ആത്യന്തികമായിട്ടുള്ള അഭിപ്രായം എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അവരങ്ങ് പറയുവാണ്. എന്നിട്ട് അവരങ്ങ് സ്വയം വിചാരിക്കുവാണ് നമ്മൾ ശരിയാണ് എന്ന് വിചാരിച്ച് അവരിങ്ങനെ നിൽക്കുവാണ്. അപ്പൊ അത് ചൂണ്ടിക്കാണിക്കാനാണെങ്കിലും അത് മൊത്തത്തിലൊരു ബുൾഷിറ്റാണ്. മൊത്തം ആൾക്കാർ കൊണ്ടുവന്ന ഒരു ഷിറ്റടിക്കുന്ന ഏരിയയായി മാറിയിരിക്കുകയാണ് ഇപ്പൊ ഈ ഓൺലൈൻ എന്ന് പറയുന്നത്, അവരവരുടെ ചിന്തകൾ. അപ്പൊ അതിനെതിരായിട്ടാണ് ഞാൻ ഈ നോ ബി എസ് ലൈഫ് എന്ന് ഇട്ടിരിക്കുന്നത്. കാര്യം കുറെ അഭിപ്രായങ്ങൾ വരുമ്പോഴേക്കും ഇതിനകത്ത് വാലിഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് ആൾക്കാർ കൺഫ്യൂസ്ഡ് ആയി പോകും. ഇന്നത്തെ ശാപം അതാണ്. വിരൽത്തുമ്പിലാണല്ല, വിരൽത്തുമ്പിലായതുകൊണ്ട് ആൾക്കാർ വിരൽത്തുമ്പിൽ കിട്ടുന്ന ആദ്യം കിട്ടുന്ന സംഭവം ആൾക്കാർ വിചാരിക്കും എന്ന് വിചാരിക്കും. പ്രത്യേകിച്ച് കൂടുതൽ സ്ത്രീകളൊക്കെയാണ് ഇത് ചിന്തിക്കുന്നത്. ഇങ്ങനെ എന്താ പറയാ, സ്വാസ്ഥ്യമായിട്ട് ഇരുന്നുകൊണ്ടുള്ള ഒരു സംഭവമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും, അങ്ങനെ ഫിലോസഫി ഒക്കെ കേൾക്കുമ്പോൾ സ്ത്രീകൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ലോകം ചലിക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. അതിലേക്കുള്ള പ്രയാണമാണ്, അതിന്റെ അറിവിലേക്കുള്ള ഒരു പ്രയാണമാണ് ഈ ആത്മീയത എന്ന് പറയുന്നത്. ആത്മീയതയ്ക്ക് പലരും പല ചിന്തകളും കൽപ്പിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട് സ്വന്തം മനസ്സ്. അലസതയ്ക്കാണ് ആത്മീയത എന്ന് പറയുന്നത്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ കുത്തിയിരിക്കണം, സ്വസ്ഥമായിട്ട് കുത്തിയിരിക്കണം, ഇങ്ങനെ അനുഭവിച്ചറിയണം, ജീവൻ തുടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആത്മീയതയായി എന്നാണ്. അത് എവിടെയെങ്കിലും നിങ്ങളൊരു സ്ഥലത്ത് കുത്തിയിരിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊരു സ്വാസ്ഥ്യം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളൊന്നും ചെയ്യുന്നില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുവാണ്. വെറുതെ ഇരുന്നിട്ട് എന്തെങ്കിലും കാണിച്ചു കൂട്ടുവാണ് നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ അതിനകത്ത് സന്തോഷം കണ്ടെത്തുന്നു. പക്ഷെ അതുകൊണ്ട് ആത്മീയതയാവുന്നില്ല. അത് നിങ്ങൾ ശരി, ഓക്കെ, നിങ്ങളത് സമ്മതിക്കുന്നുണ്ട്, നിങ്ങളത് ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ അത് അവനവന്റെ ഉള്ളിലേക്കുള്ള ഈ ഇന്നർ വർക്ക് ചെയ്യാനും ചെയ്ത് അത് മനസ്സിലാക്കാനും അതിനെ തുടർന്ന് മുന്നോട്ട് ജീവിക്കാനും ഇഫക്റ്റീവായിട്ട് ജീവിക്കാനുമുള്ള, ഇഫക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കും മറ്റുള്ളവർക്കും, ഈ ലോകത്തിന്, ഈ പ്രപഞ്ചത്തിന് ഇഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ജീവിക്കാനും കഴിയുക എന്നതാണ് ഈ ആത്മീയത എന്ന് പറയുന്നത്. പലരും ഇങ്ങനെ കുത്തിയിരിക്കുന്നുണ്ട്, സ്വാസ്ഥ്യം കിട്ടുന്നുണ്ട്, ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, അപ്പൊ ആത്മീയതയായി എന്നാണ് ചിന്തിക്കുന്നത്. അത് തുടക്കം മാത്രമാണ്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. നിങ്ങൾ അവിടെ നിന്നാണ് പണി തുടങ്ങുന്നത് തന്നെ. നിങ്ങളുടെ ഉള്ളിലെ ചില കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. അതിന് ഉള്ളിലേക്ക് നോക്കണം, പുറത്തേക്ക് നോക്കിയിട്ട് കാര്യമില്ല. അത് ഉള്ളിലേക്ക് നോക്കി അത് ക്ലിയർ ചെയ്ത് നിങ്ങളൊരു പെർഫെക്റ്റ് ഒരു എന്താ പറയാ, വേൾഡിലേക്ക്, ലോകത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു പരുവത്തിലേക്ക് ആകും. നിങ്ങൾ ഇറങ്ങിയാൽ ഒരു കാല് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ള സന്ദർഭത്തിലേക്ക് നിങ്ങൾ വരും. അപ്പോഴാണ് പണി തുടങ്ങുന്നത് തന്നെ. പലവരും അവിടം വരെ പോലും എത്തുന്നില്ല. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ സ്വാസ്ഥ്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ കാര്യത്തോടു കൂടിയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്, വലിയ കാര്യം പറയുന്ന പോലെ. ഇതൊക്കെ വളരെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആൾക്കാർക്കല്ല പരിഹരിക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് തന്നെയാണ് പരിഹരിക്കാൻ വേണ്ടി പറ്റുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ആ സാഹചര്യത്തിന്റെ സമ്മർദ്ദപ്രകാരം അല്ലെങ്കിൽ സമ്മർദ്ദം മൂലം പലരും പല രീതിയിലേക്ക് വരികയാണ്. പക്ഷെ എങ്കിലും നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഇത് കാണിച്ചാൽ അതിന് പറ്റിയ ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അപ്പൊ നിങ്ങൾ വിട്ടുപോകുന്ന ചില കാര്യങ്ങളുണ്ട്, അവരിലൂടെ നിങ്ങൾ അറിയുന്നത്. കാര്യം നിങ്ങൾ അങ്ങനെ ഒരു മനുഷ്യനാണ്. അപ്പൊ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന മനുഷ്യരും അങ്ങനെയുള്ള മനുഷ്യരാണ്. അപ്പൊ അവർക്കും അത്ര ഇൻസൈറ്റ് ഉള്ള മനുഷ്യരാണ്. അപ്പൊ അവർ വന്നിരിക്കുമ്പോൾ അവർ ചില കാര്യങ്ങൾ പറയാതെ ചിലപ്പോൾ നിങ്ങൾ വിട്ടുപോയ കാര്യങ്ങളായിരിക്കും. അപ്പൊ നിങ്ങൾക്കത് പിടിക്കാൻ വേണ്ടി പറ്റും. അവിടെ നിന്നാണ് നിങ്ങളുടെ പണി തുടങ്ങേണ്ടത്. അല്ലാണ്ട് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കുറച്ച് ഫിലോസഫികളൊന്നും വെച്ചുകൊണ്ട് നടക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ഒരു ലെവലിലേക്ക് നിങ്ങൾ മാറുമ്പോഴത്തേക്കും നിങ്ങളുടെ കോൺഷ്യസ്നസ് വേറൊരു ലെവലിലേക്ക് മാറും, നിങ്ങളുടെ രീതികൾ മാറും, നിങ്ങളുടെ ചിന്തകൾ മാറും, നിങ്ങളൊരു പ്രോആക്റ്റീവ് പേഴ്സൺ ആവും. അത് ആയേ പറ്റൂ. അതാണ് അതിന്റെ ആത്മീയത എന്ന് പറയുന്ന സംഭവം പിന്തുടരുന്നുണ്ടെങ്കിൽ അതാണ് അതിന്റെ ഉദ്ദേശം, അതാണ് അതിന്റെ ആത്യന്തികമായിട്ടുള്ള പ്രയാണവും ലക്ഷ്യവും. അത് ആൾക്കാർ ചെയ്യാൻ നോക്കുക. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിടുപോഴത്തങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആൾക്കാരൊന്ന് ഓർമ്മിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അത് ഇതിനോടകം പറഞ്ഞിരിക്കുന്നു. അവനായിട്ട്